ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മെൽബൺ കേരള കഫേ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇടിയപ്പമാണ്. പക്ഷേ ഇടിയപ്പത്തിനകത്ത് നമ്മൾ ചെറിയൊരു വ്യത്യാസം വരുത്തിയാണ് ചെയ്യുന്നത്. റെസിപ്പി നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഈ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് നന്നായി പഴുത്ത 2 ഏത്തപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഏത്തപ്പഴത്തിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലിട്ട് നമ്മൾക്കൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇത് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുമ്പോൾ ഇതിനകത്ത് ചില ഏത്തപ്പഴത്തിനകത്ത് നന്നായിട്ട് കറുത്ത കുറേ കുരുക്കൾ കാണും. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ ആ ചെറിയ ചെറിയ കറുത്ത കുരുക്കളൊന്ന് എടുത്ത് കളഞ്ഞാൽ നല്ലതായിരിക്കും. ഇനി അങ്ങനെ അല്ലാത്ത ഏത്തപ്പഴമാണെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിടാം. ഇനി നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം. പഴം നമ്മൾ ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അതിനകത്ത് തരിയൊന്നുമില്ല, നന്നായിട്ട് അടിച്ചെടുത്തു. ഇതിലേക്ക് ഞാനിപ്പം ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർക്കുവാണ്. ഇനി ഇതിലേക്ക് അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്. ഇതിൻ്റെയൊക്കെ അളവ് നിങ്ങൾക്ക് മാറ്റം വരുത്താം. ഇതിലേക്ക് ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ചെറിയൊരു മധുരത്തോട് കൂടിയ ഒരു ഇടിയപ്പമായിരിക്കും ഇത്. കാരണം ഏത്തപ്പഴത്തിന് കുറച്ച് മധുരമുണ്ട്, പിന്നെ നമ്മളൊരു കുറച്ച് മധുരം ചേർക്കുകയും കൂടെ ചെയ്തു. അപ്പം ഇത് നല്ല എരിവുള്ള മുട്ട റോസ്റ്റിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പർ സാധനമാണ്. അപ്പം എല്ലാം നല്ല കോമ്പിനേഷനായി കിട്ടും. പിന്നെ പിള്ളേർക്ക് കൊടുക്കാനാണെങ്കിൽ കുറച്ചും കൂടെ വേണേൽ മധുരം നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്തായാലും നന്നായിട്ട് ഇളക്കി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ചെയ്യാൻ പോകുന്നത് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് ഇടിയപ്പത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. വറുത്ത ഇടിയപ്പത്തിൻ്റെ പൊടി കടയിൽ നിന്ന് മേടിച്ചതാണിത്. ഈ പൊടിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം ഉടനെ തന്നെ നമുക്ക് ഒരു തടിയുടെ തവി കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കാരണം നല്ല ചൂടാണ്, കൈയിട്ട് ഇളക്കാൻ പറ്റത്തില്ല. അപ്പോൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക. സാധാരണ നമ്മൾ ഇടിയപ്പത്തിന് കുഴയ്ക്കുമ്പം നമ്മൾ 1 കപ്പ് പൊടിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള കണക്കാണ്. ഇവിടെ നമ്മൾ അത് നേരെ കുറച്ച്, അതായത് 1 കപ്പ് പൊടി എടുത്തു, നമ്മൾ 1 കപ്പ് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. അതിൻ്റെ കാരണം ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഏത്തപ്പഴത്തിൻ്റെ കൂട്ട് ഇതിനകത്തോട്ട് ചേർക്കാൻ പോവാണ്. അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അതിന് ശേഷം ഇതിനകത്തോട്ട് ഇനി ഏത്തപ്പഴത്തിൻ്റെ കൂട്ടും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളിപ്പം അരച്ച് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ചേർക്കുവാണ്. ഏത്തപ്പഴം അരച്ചതുണ്ട്, പിന്നെ അതിനകത്തുള്ളത് ജീരകം, ഏലക്ക, പഞ്ചസാര. ഇത് നമുക്കിനി കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കണം. നമുക്കിനി അതൊന്ന് കൈ കൊണ്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മളിങ്ങനെ കുഴച്ചെടുത്തു. ഞാൻ ഇതിലേക്ക് ഒരല്പം നെയ്യും കൂടെ ചേർക്കുവാണ്. നെയ്യും കൂടെ ചേർത്ത് നമുക്കൊന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ഒരല്പം നെയ്യും കൂടെ ചേർത്ത് കുഴച്ചെടുത്തിട്ടുണ്ട്. നെയ്യ് ചേർക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെളിച്ചെണ്ണയാണെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പം അത് കുഴച്ചെടുത്തു. ഇനി നമ്മൾ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അച്ചിനകത്ത് മാവ് വെച്ചിട്ട് നമ്മളിനി അത് പിഴിഞ്ഞെടുക്കാം. ഇതുപോലുള്ള ഇടിയപ്പത്തിൻ്റെ അച്ചിനകത്തോട്ട് നമ്മൾ മാവ് ഇതുപോലെ ഉരുട്ടിയെടുത്ത് ഇടുവാണ്. അപ്പം നമ്മൾ ഇതിലേക്ക് മാവ് മുഴുവൻ നിറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇടിയപ്പത്തിൻ്റെ തട്ടിലേക്ക് ഇതെല്ലാം കൂടെ പിഴിഞ്ഞു കൊടുക്കണം. ഇപ്പോൾ ഇടിയപ്പത്തിൻ്റെ തട്ടിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്മയമോ അല്ലെങ്കിൽ ഒരു എണ്ണമയമോ ഒന്ന് തടവി കൊടുക്കാം. നമ്മൾ ഇഡ്ഡലി തട്ടിനകത്ത് അത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ വെച്ച് കൊടുക്കാം. ഓരോന്നിൻ്റെ മീതെ കുറേശ്ശെ തേങ്ങ വെച്ച് കൊടുക്കുക.
അപ്പോൾ നമ്മുടെ അപ്പച്ചമ്പിനകത്ത് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് അത് ചൂടായി വന്നു. അതിലേക്ക് നമ്മുടെ ഇടിയപ്പം ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ച് സാധാരണ ഇടിയപ്പം വേവിച്ചെടുക്കുന്ന പോലെ 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്ക് മീഡിയം തീയിൽ വെച്ച് ഇത് വേവിച്ചെടുക്കാം. 20 മിനിറ്റിന് ശേഷം നമ്മുടെ ഇടിയപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കാണാൻ നല്ല രസമുണ്ട്, ചെറിയൊരു മഞ്ഞ കളറൊക്കെ ഉണ്ട്. അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിള്ളേർക്ക് കൊടുക്കാനാണെങ്കിൽ കുറച്ചുകൂടി പഞ്ചസാരയോ അല്ലെങ്കിൽ ഇച്ചിരി തേനോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി അല്ലെങ്കിൽ നമുക്ക് നല്ല സ്പൈസി ആയിട്ടുള്ള മുട്ട റോസ്റ്റിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.